സർക്കാർ വാഗ്ദാനം നൽകുന്നതല്ലാതെ വാക്കു പാലിക്കുന്നില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ദീപികയെ സഭയുടെ പത്രമായി ചാപ്പകുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. സഭാംഗങ്ങൾ ഒന്നിച്ചു നിൽക്കാത്തതിനാൽ ആണ് അവഗണന നേരിടേണ്ടി വരുന്നതെന്നും മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നസ്രാണി സംഗമ വേദിയിലായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന നസ്രാണി സംഗമ വേദിയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പല നിലപാടുകളിലും നിശിതമായ വിമർശനം ഉന്നയിച്ചത്. വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അത് പാലിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം കേട്ടറ്റ് വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മാത്രമാണ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഭിന്നശേഷി നിയമനക്കുരുക്കിൽപ്പെട്ടവർ ഇപ്പോഴും വേദന തിന്നുകയാണ്. കൃത്യമായി സമുദായാംഗങ്ങൾ ഒന്നിച്ചു നിൽക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള അവഗണന ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു വെച്ചു. അതോടൊപ്പം ദീപിക പത്രത്തെ സമുദായത്തിൻ്റെ പത്രമായി മുദ്ര കുത്താനുള്ള ശ്രമം ഉണ്ടായി എന്ന തരത്തിലുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. നസ്രാണി സംഗമം നടത്തുന്നത് വ്യക്തിപരമായി സഭയുടെ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, മറിച്ച് പൊതുസമൂഹത്തിന് വേണ്ടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നസ്രാണി സംഗമ വേദിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസ്താവന സഭയുടെ ഒരു പൊതു നിലപാടായി കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഇതിന് സർക്കാർ ഏത് തരത്തിലാകും ഇനി മറുപടി നൽകുക എന്നതാണ് അറിയാനുള്ളത്. ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളോട് സമാധാനപരമായാണ് ചെറുത്തുനിൽപ്പെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അതിനർത്ഥം ശക്തിയില്ല എന്നല്ല, മറിച്ച് അത്തരത്തിൽ ശീലിച്ചിട്ടില്ല എന്നാണെന്നും കർദിനാൾ ജോർജ് ആലഞ്ചേരി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഭാരതത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മളെ സമുദായ സൗഹാർദ്ദവും ഐക്യവും എല്ലാം പാലിച്ചു പോകാൻ ശ്രമിക്കുന്ന സമൂഹമാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്നുവരിയിലും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എല്ലാ സമൂഹങ്ങളിലും ഇതുപോലെയുള്ള ചിദ്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും അതിനുവേണ്ട നടപടികളെടുത്ത് അവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് പ്രത്യാശയുണ്ട്.